കെ.എം. മാണി PC ജോർജ് വിഷയത്തിൽ UDF-ൽ ഒരു രാഷ്ട്രീയ പ്രതിസന്ധിയുമില്ല എന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഇപ്പോഴുള്ള പ്രശ്നങ്ങൾ ഒരു വിധേനയും മുന്നണിയെ ബാധിക്കില്ല എന്നും UDF ശക്തമായി തന്നെ മുന്നോട്ടു പോകുമെന്നും ചെന്നിത്തല പറഞ്ഞു. സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി ആലപ്പുഴ AR ക്യാമ്പിൽ നടന്ന അവലോകന യോഗത്തിൽ പങ്കെടുത്ത ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. UDF-ന് യാതൊരു രാഷ്ട്രീയ പ്രതിസന്ധിയും നിലവിലില്ല. UDF-ന് യാതൊരു ബുദ്ധിമുട്ടും ഇക്കാര്യത്തിലില്ല. പക്ഷേ ഒരു ജനാധിപത്യ സംവിധാനമാകുമ്പോൾ എല്ലാ കക്ഷികളുമായിട്ടും ആലോചിച്ച് വേണം നമ്മൾ തീരുമാനമെടുക്കാൻ. സംസാരിച്ചെടുത്തിരിക്കുന്ന തീരുമാനം മുഖ്യമന്ത്രി തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഉടൻ അദ്ദേഹം എല്ലാ കക്ഷി നേതാക്കന്മാരുമായിട്ട് ആലോചിച്ച് യുക്തമായ ഒരു തീരുമാനം എടുക്കണമെന്നുള്ളതാണ്. മുഖ്യമന്ത്രി ചർച്ച മുഖ്യമന്ത്രിയും ഞാനും കുഞ്ഞാലിക്കുട്ടിയും ഞങ്ങൾ 3 പേരും കൂടി ഈ കാര്യത്തെപ്പറ്റി വിശദമായ ചർച്ച നടത്തിയിട്ടാണ് മുഖ്യമന്ത്രിയെ ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. മാണി സാറുമായിട്ട് ഈ കാര്യം സംസാരിച്ചതാണ്, PC ജോർജുമായിട്ട് സംസാരിച്ചതാണ്. അപ്പോൾ അതിൻ്റെ മുഖ്യമന്ത്രി വന്നു കഴിഞ്ഞാൽ മറ്റെല്ലാവരോടും ആലോചിച്ചൊരു തീരുമാനം ഉണ്ടാകും. അല്ല, ചീഫ് വിപ്പ് സ്ഥാനത്ത് നിന്നും UDF-ൻ്റെ ലൈസൺ കമ്മിറ്റിയിൽ നിന്നും PC ജോർജിനെ മാറ്റണമെന്നാണ് മാണി സാറ് മുഖ്യമന്ത്രിക്ക് നൽകിയ കത്ത്. ആ കത്തിനെ സംബന്ധിച്ച് മാണി സാറുമായിട്ടും PC ജോർജുമായിട്ടും സംസാരിച്ചു. അതിൽ നടപടിയെടുക്കാൻ മുഖ്യമന്ത്രിയെ ചുമതലപ്പെടുത്തി. മുഖ്യമന്ത്രി എല്ലാവരുമായിട്ട് ആലോചിച്ചിട്ട് ഒരു തീരുമാനം ആ കാര്യത്തിൽ ഉണ്ടാകും. ഇതുവരെ കാര്യത്തിൽ അന്തിമ തീരുമാനം ഉണ്ടായിട്ടില്ല. ചീഫ് വിപ്പ് സ്ഥാനത്ത് നിന്ന് PC ജോർജിനെ മാറ്റണമെന്നത് കെ.എം. മാണിയുടെ ആവശ്യമാണ്. ഇത് സംബന്ധിച്ച് താനും മുഖ്യമന്ത്രിയും കുഞ്ഞാലിക്കുട്ടിയും തമ്മിൽ ചർച്ച ചെയ്തിട്ടുണ്ടെന്നും തീരുമാനമെടുക്കാൻ മുഖ്യമന്ത്രിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും ഇതുവരെ അന്തിമ തീരുമാനം ഉണ്ടായിട്ടില്ല എന്നും ചെന്നിത്തല പറഞ്ഞു. ഗുണ്ടാ മാഫിയ കൊട്ടേഷൻ സംഘങ്ങളെ അടിച്ചമർത്താൻ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്ന് പറഞ്ഞ ആഭ്യന്തരമന്ത്രി ഇതിൽ വീഴ്ച വരുത്തുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ ശിക്ഷാ നടപടികൾ സ്വീകരിക്കുമെന്നും കൂട്ടിച്ചേർത്തു. മയക്കുമരുന്ന് വിൽപ്പന തടയാൻ ജില്ലയിൽ ആന്റി ഡ്രഗ് ഇൻഫർമേഷൻ സെന്റർ മാർച്ച് 30 മുതൽ ആരംഭിക്കും. അറിയിപ്പ് നൽകുന്നവരുടെ വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കും. ആലപ്പുഴ നഗരത്തിലെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി നോർത്ത് സൗത്ത് പോലീസ് സ്റ്റേഷനുകളുടെ കീഴിൽ നഗരത്തെ 4 സോണുകളായി തിരിച്ച് പ്രത്യേക പെട്രോളിംഗ് സജ്ജീകരിച്ച് ഏപ്രിൽ 1 മുതൽ പ്രവർത്തനം ആരംഭിക്കും. റിമോട്ട് ഏരിയകളിൽ ബൈക്ക് പെട്രോളിംഗ് രാത്രികാലങ്ങളിൽ നടത്തും. കൃഷ്ണപുരം മുതൽ അരൂർ വരെ നാഷണൽ ഹൈവേയിൽ റോഡപകടങ്ങൾ കുറയ്ക്കുന്നതിനായി ആക്സിഡന്റ് റിഡക്ഷൻ പ്ലാൻ നടപ്പാക്കുമെന്നും ചെന്നിത്തല അറിയിച്ചു.